ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു തുരുത്തിലാണുള്ളത്. ഞങ്ങളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 24 മണിക്കൂർ ഇവിടെ ഈ തുരുത്തിൽ ഇങ്ങനെ നിൽക്കുക. കയ്യിൽ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ എടുത്തിക്കില്ല, കിടക്കാനും കാര്യമായിട്ടൊന്നും എടുത്തിക്കില്ല. ഫുഡ് വെച്ചാൽ ചെറിയ ചെറിയ ബേക്കറി ഐറ്റംസ് അങ്ങനെ മാത്രം. പിന്നെ മാഗിന്റെ പാക്കറ്റൊക്കെ, അത് ഗ്യാസ് സ്റ്റവ് ചെറിയ അതുപോലും എടുത്തിക്കില്ല, ഒന്നുമില്ല. അങ്ങനെ ഫുള്ള് പച്ചയായിട്ടുള്ള ഒരു ഫുൾ തുരുത്ത്. അവിടെ ആള് 3 പേര്, ഞാൻ 4 പേര് ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇപ്പോഴത്തെ ഈ ടൈമർ നമ്മൾ ഇതിൽ സെറ്റാക്കാൻ പോവാണ്. 24 മണിക്കൂർ ഇതിൽ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. 23 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് എന്നാണ് ഇതിലുള്ളത്. നമ്മളിതാ ഇവിടെ കറക്റ്റ് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇത് 0 ആവുന്ന വരെ നമ്മളിവിടെ ഉണ്ടാവും. 24 മണിക്കൂർ ഞാളിതാ ഈ തുരുത്തിൽ, ഒരു നിഗൂഢമായ ഈ തുരുത്തിൽ, ഞങ്ങൾ മാത്രമുള്ള ഈ കാട് പിടിച്ച തുരുത്തിൽ 24 മണിക്കൂർ അടുത്ത് നിൽക്കാൻ പോവുകയാണ്. അതെ ഗൈസ്, നമ്മൾ 24 മണിക്കൂർ ഈ ഐലൻഡിൽ സർവൈവ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടാക്കിയ തോണിച്ചേട്ടൻ പറഞ്ഞത്, ആ പുഴയിൽ ഇതിനു മുന്നേ നന്നായിട്ട് നീന്തലൊക്കെ അറിയാവുന്ന, നന്നായിട്ട് ഈ സ്പോർട്സിലും അതേപോലെ തന്നെ ജിംനാസ്റ്റിക് നന്നായിട്ട് നീന്തലൊക്കെ അറിയുന്ന, അത്രയ്ക്കും നീന്തൽ അറിയുന്ന ഒരാള് ഈ പുഴയിൽ നിന്ന് മരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം മൂപ്പര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഐലൻഡിൽ ഏകദേശം നല്ല രീതിക്ക് വിഷമുള്ള പാമ്പുകളും അങ്ങനെയൊക്കെ കുറേ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ, ഈ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിയിട്ട് ഈ തുരുത്ത് ഈ വെള്ളത്തിന്റെ അടിയിലാവും. അപ്പൊ ഈ അടിയിലാവുന്ന സമയത്ത് ഈ ഒഴുക്കിലൂടെ വരുന്ന പാമ്പും കാര്യങ്ങളൊക്കെ ഈ വെള്ളം താഴുന്ന സമയത്ത് ഈ തുരുത്തിന് മുകളിലേക്ക് ഉണ്ടാവുക. എന്തൊക്കെ അല്ല അച്ഛൻ തന്നെ വീട്ടിൽ നിന്ന് ഇതിങ്ങനെ വരുമ്പോ പ്രത്യേകിച്ച് അങ്ങോട്ട് നോക്കിക്കളന്ന് അച്ഛനോടത്തപ്പോ സങ്കടം വന്ന അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞ ഇതിനൊക്കെ ലാഭം കിട്ടുമോ? ഗൈസ്, മെസ്സി ഇതാ മുകളോട്ട് കയറുന്നു. മെസ്സി 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 വന്ന് വീണ കണ്ടന് വേണ്ടി ഇനി ഒന്ന് വീഴുക. ആ കാര്യം ഭയങ്കര പേടിച്ചു പോയി. അല്ല പെട്ടെന്ന് ഇനി എന്തല്ല ഇവൻ പൊട്ടം കളിയാളി ആടുന്ന് ഇങ്ങനെ കുലുങ്ങ് നോക്കാം. അപ്പൊ തന്നെ പറഞ്ഞു ആനങ്ങല്ലേ ഇവനാണ് മണ്ടൻ. ആടാ കാര്യം പേടിച്ച് ഒന്ന് പേടിച്ചൊക്കെണ്ടായി. ഗൈസ്, നമുക്ക് തേങ്ങ കിട്ടിയില്ല. ഇപ്പോൾ ഇവിടം വരെ കയറി നമ്മളടുത്തൊരു വടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എന്താ വേണമെങ്കിൽ തട്ടായിരുന്നു അത്. പക്ഷേ നമ്മളാ വടി അപ്പുറത്തെ സ്ഥലത്ത് വെച്ചു പോയി. എടാ തുള്ളണ്ട. ഞാൻ അവിടെ കൂടി പതുക്കങ്ങ് ഇറങ്ങിക്കോ. പറിച്ചിരിക്കും. ഇതല്ല, വേറെ തെങ്ങയാണ് കണ്ടുപിടിക്കും. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരുത്ത അപ്പുറത്ത് പുഴേൻ്റെ വക്കിലിരിക്കുകയാണ് ഗൈസ്. അങ്ങ് ദൂരെ അന്ത പക്കം. തുഷാറേ വേടാ, എന്തെങ്കിലുമൊക്കെ പറ. ഇവിടെ നല്ലുണ്ട്. വീണ സീന് കണ്ടന്റ് ആയിരിക്കും അല്ലേ? തെണ്ടി വെറുതെ അല്ല എടുത്ത് ഫോണിൽ പിടിച്ച് മേടിച്ച്. ബാബാ നടന്നോ നടക്ക അങ്ങോട്ട്. ചെറുതായിട്ട് കാണോ? ഊഫ്, സീന് സ്ഥലം, ഒന്നും പറയാനില്ല. താഴുന്നുണ്ടല്ലേ? താന്നാ എടാ നോക്കിയാ അതാ വരെ താഴി പോന്നോക്കടാ. ചാവാൻ മാത്രം ശ്രമിക്കല്ലേ മന്നെ. ഞണ്ട് പോന്നോക്കടാ, എത്ര സ്പീഡിലാ ചെരിഞ്ഞല്ലോ പോകുന്നവര്. നേരെ പോയിക്കൂടാ. ഞണ്ട് ഇതാ അങ്ങനെ ഇതാര് പോയ കൽപ്പാത്തങ്ങളാ. ഞാൻ നല്ലോണം താന്നിക്കെന്ന് തോന്നല്ലോ. കഴുകാൻ വേണ്ടിയല്ല അങ്ങോട്ട് പോയേ. ഞാനിന്ന് ചെരുപ്പ് നമ്മുടെ പൊന്നോമന രാമൻ.
ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് നിന്നാൽ താഴോട്ട് ഇങ്ങനെ താന്നു പോകുന്നൊരു സ്ഥലമാണ്. അങ്ങോട്ട് ഒരു വടി മൊത്തത്തിൽ താഴുവോ സീന് ഇതല്ലോ മോനെ. ഞാൻ നിൽക്കുന്ന രീതി കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയണ്ടവൻ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത്ര ഹൈപ്പ് വേണ്ടടാ, അത്ര ഹൈപ്പ് വേണ്ട. ഇത്ര ഹൈപ്പ് വേണ്ട. ആ ഇത് പൊന്തിക്ക് മറ്റേ പോവും, കാരണം അയ്യ പവർ മറ്റേ പോവും. മറ്റേ ടോം ആൻഡ് ജെറിയിലൊക്കെ കാണൂല സാധനത്തിന്റെ അടിയിലേക്ക്. അല്ല ഇത് മറ്റേ മരുഭൂമിയിലുള്ള, അല്ല യോബിന്റെ പുസ്തകത്തിലുള്ള, യോബിന്റെ പുസ്തകം. ഇത് പോയി അങ്ങോട്ടില്ല. തീർന്നു മോനെ തീർന്നു. ചെരുപ്പെടുക്ക് ചെരുപ്പെടുക്ക് ചെരുപ്പെടുക്ക്, കൈ കൊണ്ടെടുക്ക് ചെരുപ്പ്. കാണുന്നില്ലേ എനിക്ക്? പൊട്ടും ചെരുപ്പ്. മെല്ലെ 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 ലൂസാക്കി ലൂസാക്കി എടുക്കുക. അങ്ങനെ എടുക്കുക. ആ മരമായിട്ടുള്ള കോണ്ടാക്ട് പോകല്ല. ഇവിടെ കുഴപ്പമില്ലല്ലോ. പേടിക്കുന്നുണ്ടാ പറയണേ. ചെരുപ്പ് കൈ കിട്ടി അടിക്കോ. ഗൈസ് രാമൻ എന്നെ പുതിയ കണ്ടന്റ്. കുറച്ചാടെ ഇരുന്നോ എങ്ങനെ? ആ അതുപോലത്തെ കൊമ്പില്ലല്ലേ. മുണ്ടിട്ട് എത്രയോ നന്നായില്ലേ. ഫുള്ള് കിട്ടി. എടാ ഒരാഴ്ചത്തെ ഒരു ഇതാക്കാം, റീൽ റീൽ രാമൻ റീൽ, രാമന്റെ ഫാൻ പേജ് ഇടാം. രാമ അടുത്ത ചെരുപ്പ് എടുക്ക്. പോട്ടടാ മതിടാ പോട്ടെ. അതിന്റെ കോലം ഞെടുക്കാ. രാമൻ കട്ട വെയിറ്റ് ചെയ്യണം അടുത്ത ചെരുപ്പിന്. അടുത്ത ചെരുപ്പ് എടുക്കുമ്പോ എന്റെ കാല് താഴ്ന്നു. അടുത്ത ചെരുപ്പിന് വേണ്ടി കട്ട മാനം വിറ്റ് കളിയില്ല. നീ വരിക, അനിയൻ വരുന്നുണ്ടാ കാണ്. ഇനിയും താഴുവേ നല്ല രണ്ടുപേരും നല്ല കാഴ്ചയല്ലേ. നിക്കുന്നില്ലടാ. അനിയാ നീ ബേക്കോട്ട് പോയി. ഞാൻ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ നിനക്ക് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ബലിയാടാകാം. നീ പോയിക്കോളൂ. കാലോ ബാക്കി കയ്യോ കൈയോ സഹായം ചെയ്തില്ല. ഇവൻ എങ്ങനെ തിരിച്ചു കയറും? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. രാമൻ എങ്ങനെ ഇതിൽ നിന്ന് കര കയറുമെന്നാണ്. രാമന്റെ മനസ്സിലുള്ള പല കൂട്ടിക്കുറക്കലുകളൊക്കെ ഉണ്ടാവും. കൂട്ടലും കുറക്കളൊക്കെ ചെയ്ത് എവിടെ ചവിട്ടിയാൽ ഈ കര പറ്റാം. നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല ഇത്. ഇത് ചവിട്ടുമ്പോൾക്ക് ഒരു കാലം ചവിട്ടുമ്പോൾക്ക് മറ്റേ കാലം താണു പോകും. അങ്ങനത്തെ ഇതാ ഒരു കൈ കണ്ട. പോടാ.
രാമന്റെ രാമൻ കയറി. രാമനോടാണോ കളി? മണ്ണിൽ പണിയെടുത്തും വയലത്ത് ഇത് കയ്യാ ഒന്ന് പൊട്ടിച്ച നീ താങ്ങില്ല. ആരാടാ തിരുവട്ടി? പറ. വെള്ളമായ സ്ഥലത്ത് നോക്കിയിട്ടാണ് രാമൻ പറയുന്നത് ഇവിടെ വേറെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ. എന്താ രാമ? ഒന്ന് മുങ്ങിക്കുളിച്ചാലാണെന്ന് രാമൻ പറയുന്നത്. പക്ഷെ അപകടത്തിലാക്കാണ് നിന്റെ പോക്ക്. ഗൈസ്, ഇവനാണ് ചളിയിൽ പൂണ്ടുപോയ വ്യക്തി. സോറി, കാല് നോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും പറ്റുമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? മേലെയുള്ളവർക്ക് മാത്രം ഒട്ടും മോശമല്ല. ഇവൻ തെങ്ങുമ്പോൾ കയറും. നിങ്ങൾ ലൈക്ക് കുടിക്കാനും വെള്ളമില്ല. എന്ത് ചെയ്യും അറിയില്ല. നമുക്ക് പോവാ. അതാ നമ്മളുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഇവിടെ. ഇവനായിരുന്നു ഏറ്റവും കൂടുതൽ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ് മണ്ണെത്തണം എന്നുള്ള ആഗ്രഹം വെച്ച് വന്നതാണ്. അവസാനം കാലിൽ ഫുള്ള് ചളിയായി. ജീവിതം എടുത്ത് നിൽക്കുന്നു. കിട്ടുവാ എനക്ക്? ഓ മച്ചാൻ, മേസി രണ്ട് ഗോളുകൾ അടിച്ചതാ മുന്നേറുന്നു. എന്തോനാടെ തിന്നാടുന്ന്? നീ എന്തിനാടുന്ന് ചെയ്യുന്നടാ? ഇവിടെ നമ്മൾ ഐലൻഡിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു ജനവിഭാഗമാണ്. അതിൽ പെട്ട കുക്കും മക്കുവാണിത്. നിങ്ങളെങ്ങനെ സംസാരിക്കും? ഏതാ ഭാഷ? എടാ, ഫാമിലി ഫ്രണ്ട്ലി വ്ളോഗാണ്, ഇനി കളിക്കല്ലേ. നമ്മളല്ലേ ഓനെ ആക്കി. കിട്ടുക പ്രണവേ, ഫുഡിക്ക് സാധനം കിട്ടുന്നില്ല. അങ്ങ് ആഞ്ഞ് വലിക്കുന്ന മച്ചാ, അങ്ങ് ചവിട്ടി വീട് വാപ്പ. അപ്പുറത്ത് അത് ഉണങ്ങിയതാ. ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇത് പറിച്ചിട്ടിട്ട് ഇത് വെച്ചിട്ട് ഞങ്ങൾ മാഗി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഉടഞ്ഞു. ഇളനീർ മാഗി, തുരുത്തിലെ പിള്ളേർ അവതരിപ്പിക്കുന്ന ഇളനീർ മാഗി. ഓനെ കാട്ട്. ഇത് ആ ചക്കന് ഓനെ ഇളനീർ വേറെ വേണോ, മാഗിയും വേറെ വേണോ, പിന്നെ സ്വിഗ്ഗിയിൽ ഇപ്പൊ ബിരിയാണി ഓർഡർ ചെയ്യണോ, എന്തെല്ലോ വേണോ? അതിന്റെ ബാക്കിലുണ്ട്. അതിന്റെ ബാക്കിലുണ്ട്. അടി പൊട്ടിയാ ഇതുണ്ടോ? അതാ പക്ഷെ അതെങ്ങനെ പൊട്ടിക്കുവാണ്? അപ്പാടി വെള്ളം പോവില്ലേ? പൊട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇളനീർ ഇവിടുന്ന് തെങ്ങന്ന് എറിഞ്ഞിട്ടിട്ട് ഇവനാണ് ഇവിടുന്ന് ഇളനീർ എറിഞ്ഞിട്ട് താഴെ വീഴ്ത്തിയത്. 2 വാക്ക് പറ ഇളനീരിനെ പറ്റി. ഇളനീർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിന്റെ
അങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്ത് പറയാനാ? എന്റെ ഗുരു എന്ന് പറയുന്നത് തുഷാറാണ്. ഇവനാണ് ആദ്യം മറ്റേ എറിഞ്ഞു വീഴ്ത്തിയത് തുഷാറാണ്. പക്ഷെ അത് ഒടുവിൽ പോയി പാവം എറിഞ്ഞു വീഴ്ത്തിയതാണ് ഇവൻ. മറ്റേ അങ്ങനെ കുത്തി വീഴ്ത്തിയാണ്. പക്ഷെ എരിഞ്ഞു വീഴ്ത്താനുള്ള ഒരു ഗ്യാസ് വിറ്റ് കൊടുത്താൽ വെച്ച് ഡാൻസ് കളിക്കും. ക്യാമറമാനാണ് അഭിരാം എസ്. കോളേജിന്റെ പേരെന്തായിരുന്നു? കോളേജിന്റെ പേര് ഇന്റെ പേര് കോളേജ് കേസ് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇളനീർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങൾ ഇത് വെച്ചൊരു പുതിയ ഡിഷ് ഇളനീർ മാഗിയാണ് ഞങ്ങൾ ഇപ്പൊ ഈ തുരുത്തുന്ന സംഭവം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ ഇവ വെച്ചാല് അതിന് കംപ്ലീറ്റ്ലി എതിരാണ്. പക്ഷെ ഞങ്ങൾ ആ എതിർപ്പുകളൊന്നും തീരെ വിലവെക്കാണ്ട് മുന്നേറുകയാണ്. ണ്ടല്ലോ ഇവിടെയല്ല, അത് അപ്പുറത്തല്ലേ? അപ്പുറത്തല്ലേ, ഇവിടെയല്ല. ജീവികൾ അങ്ങ് പോവും. ആ മച്ച ഞാൻ പറഞ്ഞില്ല, ഇവനെ ഇവിടെ കണ്ടത്തില് ജീവിക്കാൻ എന്താ ജനിച്ച കോഴ്സ്. എടാ മറ്റേ മിസ്റ്റർ വീസിന്റെ ഇങ്ങനെ ഉണ്ട് ഒരുത്തെ. അവനാ പെണ്ണായിപ്പോ ശ്വാസ പെണ്ണി പെണ്ണാവുക. ഗൈസ് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് ഏരിയ. യെസ്, ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നാ ചുറ്റിനും ഫുള്ള് കാടും അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ ഫുള്ള് ഒന്നൊരു കാലിയായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മളൊരു 3 കല്ല് ഇവിടെ ഇട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് പാത്രം വെച്ചിട്ട് ഇളനീരും അതിലേക്ക് ഒഴിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മാഗി ഇട്ടിട്ട് മാഗി അല്ല ഇപ്പി അല്ലേ മേടിച്ചേ? ഇപ്പി മേടിച്ചിട്ട് തരാം. പക്ഷേ എടാ ഈ ഹൈറ്റ് മതിയാവുക തീകൂട്ടെ അല്ല ആദ്യം ഇതൊന്നും ഒരു ലെവലാക്കിയിട്ട് നേരെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തെന്നാ ഇവിടെ വിറക് ഇപ്പോൾ കുറച്ച് ഇവിടെ നിന്ന് കിട്ടിയ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. എന്തെന്നാ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സെറ്റപ്പ് ആക്കിയത്. കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു സാധനം നമ്മളിങ്ങനെ സെറ്റപ്പ് ആക്കി. ഇനിയും പക്ഷേ ഇത് മതിയാവില്ല, നമുക്ക് കുറച്ച് ഓലിയും സാധനങ്ങൾ മൊത്തം റെഡി ആക്കണ്ടേ. ഈ കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇതും കിട്ടൂല. അങ്ങോട്ടും നമുക്ക് പോലെ നടക്കൂല. അവിടെയൊക്കെ പറയാനാവൂല, കാടായിക്കൊണ്ട് മാത്രല്ല അവിടെ ഇപ്പൊ എന്തൊക്കെ ജീവികൾ ഉണ്ടെന്നൊന്നും പറയാനാവൂല അപ്പുറത്തേക്കൊന്നും. അപ്പൊ പിന്നെ നമുക്ക് ഈ ടൈമിൽ തന്നെ എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കണം. ലൈറ്റും സെറ്റ് ആക്കണം. ഞങ്ങളുടെ ആദ്യത്തെ കമ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുലിമുരുകൻ അണ്ണൻ. ഇതൊക്കെ മതില്ലേ? ഇതെവിടെ ഉണ്ട്? തുരുത്ത് കൊള്ളാം. വഴിവാണായിരുന്നു. രാത്രിയാ പകലൊക്കെ അതന്നെ. ഞാൻ നടന്നെന്ന് വിചാരിക്കുക. അവിടെ ഒരു വലിയ നമ്മള് ഒരു മരം മൊത്തം മുറിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങോട്ട് കിട്ടും. ക്യാമറാമാനെ നോക്കിയേ. ഇപ്പോ
ഈ എന്തെന്നാ തുരുത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ മാഗി വെക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കാണ് നമ്മൾ മറ്റേ ആ മാഗീൻ്റെയും ക്യാമ്പിൻ്റെ സ്ഥലവും. നമ്മളിനി ഇങ്ങോട്ടേക്ക് നടന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ തുടക്കത്തിൽ വന്നിട്ട് നമ്മളെ ഇൻട്രോൻ്റെ ഒക്കെ ഒരു സ്ഥലമില്ലേ, അതാണിത്. ആ സീന് അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ നമ്മളെ കൊണ്ടാക്കിയ തോണിക്കാരൻ തന്നെ പറഞ്ഞിരുന്നു എന്താ ഒരു ടൈം കഴിഞ്ഞാൽ ഇവിടെ കുറേ കിളികളും വരും, കുറേ ദേശാടന പക്ഷികളും പിന്നെ പല പക്ഷികളും ഇങ്ങനെ നമ്മളിങ്ങനെ വരും എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൊമ്പിലൊക്കെ മൊത്തം ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കൊമ്പിലൊക്കെ മൊത്തം കിളികളാണ്. പറഞ്ഞാൽ ചിലപ്പം കാണാൻ പറ്റും, നമുക്ക് പക്ഷേ അവിടേക്ക് എത്താൻ പറ്റുമോ അറിയില്ല. അച്ഛണ്ടാക്കരുതേ, അടുത്തെടുത്തോ. കിട്ടിയാ എൻ്റെ മോനെ കിഡ്സ്. ഇന്നിപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ട് ഇതിൻ്റെ മുകളിലായിരുന്നു കുറേ ഇതുണ്ടായിനെ പക്ഷികളൊക്കെ. ഇപ്പോൾ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഒരു ടൈപ്പ് ഒന്നുമല്ല, 3-4 ടൈപ്പ് മറ്റേതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇരുടായി തുടങ്ങി പതുക്കെ. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം എത്രയോ ഒരു 3 മണിക്കൂറായി, 4 മണിക്കൂറായി ഉണ്ടാവുക, 5 മണിക്കൂറായി. നമ്മളിപ്പോൾ ആ ടൈമർ സ്റ്റാർട്ടാക്കിയതിൻ്റെ അതിൽ പോയി നോക്കണം എത്ര മണിക്കൂറായിക്കുണ്ടെന്നുള്ള. അതിലിപ്പോൾ പോയി നോക്കാം, പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാം കേട്ടോ, അത് എത്രയായി നോക്കാം. എന്തായാലും ഇവിടെ ഇനിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ മൊത്തം മറന്നു പോകും. പക്ഷെ അവിടേക്ക് ഇനി മൊത്തം ഇതാണ് കാടാ. പിന്നെ വെച്ചാൽ ഇവിടെ ഫുള്ള് ഇതാണ്, ഫുള്ള് ഈറ്റുകൾ മൊത്തം കാട്ടാണ് ഇവിടെ കാണുന്നത്. ഈ വെള്ള മൊത്തം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് മൊത്തം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇതാക്കുന്നതാണിത്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടെ സന്ധ്യ ടൈമായി. നമ്മളിപ്പോൾ കറക്റ്റ് 11 മണിക്ക് തുടങ്ങിയിട്ട് ഇതാ അപ്പോൾ ഇതാ 16 മണിക്കൂർ, 11 മണിക്ക് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ഇനി ടൈമറിൽ കാണുന്നത് വെച്ചാൽ 16 മണിക്കൂർ 4 മിനിറ്റ് കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. എന്നുവെച്ചാൽ നാളെ 11 മണിയല്ലേ, നാളെ 11 മണി ആ ടൈമല്ലേ ഇത് കാണുക. 16 മണിക്കൂർ ആണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 8 മണിക്കൂർ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു. ഗൈസ് അങ്ങനെ നമ്മളിതപ്പോൾ ഇവിടെ ലൈറ്റ് പതുക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 3 ഇങ്ങനെ ഇത് കല്ല് കൂട്ടി വെച്ചിട്ട് അതിന് നടുവിൽ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് മാഗി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കത്തിച്ച് കിട്ടണം. അതിന് മുന്നേ നമ്മൾ ഒന്ന് ഇരുട്ടായപ്പോഴേക്കും ലൈറ്റ് ഒന്ന് സെറ്റ് ആക്കിയാണ്. ലൈറ്റ് ഒന്ന് കുറച്ചോ, ഇത് മതിയാ അതോ ഇതവിടെ മൊത്തം ഇങ്ങനെ കിട്ടും? ഇത്ര ലൈറ്റ് വേണ്ട അല്ലേ? ഇതുവരെ ബാ കത്തിക്കാൻ നോക്കാം ഇനി. നമ്മളിതൊക്കെ എടുത്ത് കുടിക്കുക അല്ല കത്തിക്കണം. ചെറിയ ചെറിയ കൊമ്പ് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കും. അതിന് പതുക്കെ വെക്ക്, കൊമ്പ് വെച്ചോ. അയ്യോ ഒരാൾക്ക് പറ്റിയിട്ട് അതിന്റെ മുകളിൽ വെക്ക്, നല്ല കത്തുന്ന വെക്ക് കേട്ടാ. കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ പതുക്കെ കത്തി പടരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കത്തൽ കറക്റ്റ് ഒന്ന് കൺസിസ്റ്റന്റ് ആക്കി വെക്കണം, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. കുറച്ച് തീ ബേക്കോട്ടാക്കുന്നോ? ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നല്ലോണം കുട്ടിക്ക് അങ്ങ് പടരട്ടെ. പറഞ്ഞോ ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇതാണ് നമ്മളെ ഇല. നമ്മളിപ്പോ ഇതാ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പാന് വെച്ച് വെള്ളം സാധനം ഒന്ന് ജസ്റ്റ് കത്തി ഒന്ന് താന്നിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ പാന് വെക്കാം, എന്നിട്ട് വെച്ചിട്ട് മാഗി ഉണ്ടാക്കി ഈ പ്ലേറ്റിൽ നമ്മളങ്ങ് കഴിക്കും. പ്ലേറ്റ് സ്പോൺസർ ചെയ്യുന്നവനാണ് പ്രണവ് ഫ്രം നാദാപുരം. സ്പെഷ്യലായിട്ട് സ്പോൺസർ ചെയ്തതാണ് കണ്ടെത്തുന്നത്. ആണ് നമ്മൾ ഇത് ഇതിലേക്ക് നേരെ ഒഴിച്ചിട്ട് അതിലേക്ക് മാഗി ആക്കും. അത് നല്ല ഇതാക്കി തുളയാക്കണം. പോകുന്നുണ്ടോ? കുറച്ചു നേരം പിടിക്കേണ്ടി വരും. ഇത് സാധനം മൊത്തം പോകണം. അത് നമ്മൾ കുറച്ചു നേരം പിടിക്കേണ്ടി വരും, കാരണം അങ്ങനെ അങ്ങ് പോവില്ല. നമ്മളിതിലേക്ക് ആക്കിയിട്ട് മൊത്തം ആക്കിയിട്ട് അങ്ങ് നേരെ അങ്ങ് വെക്കുക. നമ്മളെ പരീക്ഷണം ഇത് ഫൗളായി പോയിട്ടുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും പട്ടിണി. പക്ഷേ നമ്മൾ ഫൗളാക്കൂല അല്ലേ, നമ്മളിത് വിജയിപ്പിക്കും ഉറപ്പാ. ഇതിന്റെ ഇപ്പോ ഇതിലാണ് മറ്റേ എന്താ എതിർപ്പ് തന്നെയാണ്, പക്ഷെ ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ കയറ്റി പടി എന്തെങ്കിലുമൊക്കെ മാക്സിമം എന്തായാലും നമ്മൾ സാധനം വെച്ച് ഇനി മാക്സിമം ഇന്ധനങ്ങൾ നിറച്ചോ. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വടികൾ കുറേ എടുക്കും.
മൊത്തം എടുത്താ നല്ലോണം കത്തുന്നുണ്ട് ഇത്. നല്ല കണലുണ്ട്. കറുത്ത സാധനം ഉണ്ടാവും എടുത്ത് കളഞ്ഞിട്ട് നിരത്തിട്ടോ നിരത്തിട്ടോ. മസാല ഇടയല്ല. അങ്ങനെതാ നമ്മളിതാ ഇപ്പി ഇവിടെ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെള്ളം ഒഴിച്ചത് മതിയായോ ഇല്ലയോ എന്നുള്ളത് അതാവൂല തോന്നുന്നു. അത് സൈഡ് മാത്രം ഫുള്ള് ഉറപ്പാവുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇല്ല ഇത് റെഡിയാവും. നമുക്ക് ലേശെങ്കിലും നല്ലോണം മിക്സ് ആക്ക്, നല്ലോണം മിക്സ് ആക്ക്. മറിച്ചിട്. മസാല മതിയടാ. അതിന് കണക്കായിട്ടുള്ള മസാല ഇട്ട്. അതിന് കണക്കായിട്ടുള്ള മസാല അല്ല രണ്ടെണ്ണം അതിട്ട് ഇട്ടാ ഉറപ്പാ. കാരണം ഇതെത്ര ആയ പോലെ തോന്നില്ല. ഗൈസ് അങ്ങനെതാ നമ്മൾ ഇപ്പി സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള സാധനം സെറ്റാണ്, കിടിലാണ്. നമ്മൾ പിന്നെ ഇവിടെ നാച്ചുറലി ഉള്ള പ്ലേറ്റിൽ സാധനം ഇട്ടിട്ട് ഇനി അതിലിട്ട് കഴിക്കുവാണ് ചെയ്യുന്നത്. വാഴയില എടുത്താലോ? ഇവിടെ ഉണ്ടാവൂല. വാഴയില ഉണ്ടാവും, ഇത് ആരും കയറാത്തതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക. വാഴയില ഉണ്ടാവുക അങ്ങനെ താനെ ഇല്ലാണ്ട് ഇട്ടത്ത് പോയിട്ട് അപ്പുറത്തേക്ക് നോക്കേണ്ടി വരും. തൽക്കാലം ഇതിലിപ്പോൾ കഴിക്കാം. ഇത് ചളിയാ, ഇത് ചവിട്ടിക്ക. പിന്നെ ആരെയും ചവിട്ടിയാ ഇപ്പൊ എന്തേലും ഒന്ന് ചെയ്യാം. എടാ ഇത് കാണിച്ചു കൊടുക്കടാ, ഇപ്പി കാണിച്ചു കൊടുക്ക്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മാഗി. ക്യാമ്പ് ഫയർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തോട്ടാ, കാരണം ചൂട് കിടക്കട്ടെ, ഈ ഒരു ഏരിയ ചൂട് കിടക്കട്ടെ. കൊറേ കാലത്തിന് ശേഷം എടുത്താന്ന് തോന്നല്ലോ. നമ്മള് ഇവിടെ തന്നെ ആയിരിക്കും, ഇവിടെ തന്നെ ഇപ്പൊ ക്യാമ്പ് ഫയർ സെറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തായിരിക്കും കിടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ അത് നമ്മളെ സ്പെഷ്യൽ അത് പറഞ്ഞിക്കില്ല അല്ലെ, ഇളനീർ സാധനം എടുത്ത് പറഞ്ഞിക്കില്ല. നമ്മുടെ സ്പെഷ്യൽ ഇളനീർ ഇപ്പി കാണുമ്പോ എല്ലാം സാധാ ഇപ്പി പോലെ തന്നെ, നമ്മൾ കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവുക. ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പി സക്സസ്ഫുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. വെറും ഇപ്പി അല്ല, ഇളനീർ ഇപ്പി സംഭവം. നമ്മളിത് എന്താ കാണുമ്പോ എല്ലാം സാധാ പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചാല് ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ വേറെ തന്നെയായിരിക്കും. ഫുള്ള് നമ്മളിപ്പോ ഒരു എന്താ 5-6 ഇളനീർ പൊട്ടിച്ചിട്ടുണ്ടാവുക. 6 എണ്ണം പൊട്ടിച്ചിട്ട് നേരെ ഇതാക്കിയിട്ട്, കാരണം അതാണ് ഇത് ചീഞ്ഞു പോയി, നമുക്ക് അത്രേ വെള്ളം എത്തിക്കാൻ പറ്റിയുള്ളൂ ഇളനീര്. അതിനിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇപ്പിട്ടിട്ട് ഇതാക്കുകയാണ് ചെയ്തത്. അറിയൂല ഫ്ലോപ്പാ, മണത്തിട്ട് വലിയ സീനില്ല അല്ലേ. അത്യാവശ്യം സെറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും അതിലേക്ക് ആക്കാം. ആക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ വാഴയില അടിപൊളി ഇല കിട്ടിയിട്ടുണ്ട്. ഇതിലായിരിക്കും ഞങ്ങള് മാഗി വിളമ്പാൻ പോകുന്നത്. നേരെ അതിന്റെ മുകളിലൊക്കെ മാഗി വിതറുക. ഇളനീർ മാഗി നേരെ വിതറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അടിച്ചിങ്ങനെ പടപടാ ചെതറിട്ടോ. മറ്റേ ആ ചെങ്ങായിന്റെ പേരുന്ന ഫിറോസ് ഒക്കെ അങ്ങനെ ഇരുന്നില്ലേ എല്ലാരും കൂടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് സാധനം? ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ആക്കിയ സാധനം. അതാ പറഞ്ഞ പെട്ടെന്ന് ആക്കണം. ഇത് ചൂട് മാറിയിട്ടില്ല അല്ലേ ഇതിലായിട്ട് നേരെ വെച്ചിട്ട്. ഓ സെറ്റ് കൊള്ളാടാ. എന്നിട്ട് ആ ഇളനീരിന്റെ ഒരു സാധനം കിട്ടുന്നില്ല വേശോ. പക്ഷെ അത്രയ്ക്ക് മറ്റേ കുത്തിപ്പിടിക്കുന്നൊന്നുമില്ല. മെയിനായിട്ട് ആ മസാലേന്റെ ടേസ്റ്റിനാ വരുന്നത്. എന്ന് വെച്ചാല് സാധനവും സെറ്റാണ്. ഇളനീരിന്റെ ഒരു ചെറിയൊരു ഫ്ലേവർ എന്ന് വെച്ചാൽ വല്ലാണ്ടൊന്നുമില്ല. കാരണം മസാല നമ്മൾ ഇടുന്ന സമയത്ത് അത്രയും സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ എന്താ ഇളനീരിന്റെ ടേസ്റ്റ് അതിലങ്ങ് ഇതായി. സംഭവം ഒരു സെറ്റ്, ആ ഒരു മീഡിയം അതിന് കിട്ടിയിട്ടുണ്ട്. കൊള്ളാല്ലേ ഓപ്പായിക്കില്ല, ഓപ്പാവാ തന്നെ. അപ്പൊ നമ്മള് സാധനം മൊത്തം കഴിച്ചിട്ട് വരാം. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇനി ആകാം. ഇത്ര നേരം ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്ത്